ഓർഗാനിക് ഭക്ഷണശാലയിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് മുല്ലക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മുല്ലക്കൽ സ്കൂൾ ഫുഡ് പോയ്സൺ കേസ്. അങ്ങനെ കുട്ടികളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്റെ ദാസി മെസ്സേജ് നോക്ക്. എന്റെ കൺമണി, ഇതുപോലെ ഡെയിലി എത്ര വാർത്ത നമ്മൾ കാണുന്നു. വല്ല ഫേക്ക് ന്യൂസ് വരും. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഫേക്ക് ആയിരിക്കും. എപ്പോ പറഞ്ഞു? പറയണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ പറയുന്ന ഒരു വലിയ ദുരന്തമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. കുട്ടികളെല്ലാവരും തന്നെ അപകടനില തരണം ചെയ്ത് തിന്നും കുടിച്ചും അങ്ങനെ മലാന്ന് കിടക്കുക അല്ലേ എന്ന് വിചാരിച്ച് എന്താ സംഭവിച്ചതെന്ന് സുതാര്യമായ ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്തുക തന്നെ ചെയ്യും. അത് ഈ സർക്കാരിന്റെ നയമാ. പിന്നെ കൺമണി, ഞാൻ റൂമിൽ പോവാ. നീ ഇപ്പൊ വരൂ? ഇല്ല, നീ പോക്കോ, ഞാൻ വന്നേക്കാം. മുല്ലക്കൽ സ്കൂളിലെ ഓർഗാനിക് ഭക്ഷണശാലയിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികളിൽ ഒരാൾ മരണപ്പെട്ടു. 5ാം ക്ലാസ് വിദ്യാർത്ഥി കാളിദാസാണ് മരണപ്പെട്ടത്. മുല്ലക്കൽ സ്കൂളിലെ ഓർഗാനിക് ഭക്ഷണശാലയിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് കഴിഞ്ഞ ദിവസം 100ഓളം വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. LDP സർക്കാർ നടപ്പിലാക്കിയ മിഷൻ ഓർഗാനിക് കേരള എന്ന പദ്ധതിയുടെ പരാജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി തോമസ് ലൂക്ക രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നാടിനെ നടുക്കിയ ദാരുണ സംഭവത്തിൽ കണ്ണീരോടെ മുല്ലക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കുരുന്ന മനസ്സുകളുടെ ജീവനെ ഒട്ടും വില കൽപ്പിക്കാത്ത ഭരണവർഗത്തിന്റെ അലംഭാവപൂർണമായ നടപടി പൊലിഞ്ഞു വീണത് കാളിദാസ് എന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവനാണ്. വാർഡിൽ ഈ അനസ്തെറ്റിക് ഡ്രഗ് എങ്ങനെ വന്നു? ഒരു സാധാരണക്കാരന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് അല്ല ഇത്. സീ ദിസ്. അന്ന് ഡോക്ടേഴ്സ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണ്.
ഓർഗാനിക് ഭക്ഷണശാലയിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് മുല്ലക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഈ മെസ്സേജ് കണ്ടിട്ടാണ് ഞങ്ങൾ എമർജൻസി സെല്ലിൽ എത്തുന്നത്. പക്ഷെ അന്നേരം അവിടെ ആരും അഡ്മിറ്റ് ആയിരുന്നില്ല. ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ സം ടൈം ദേ റഷ്ഡ് ഇൻ. അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അഡ്മിറ്റ് ചെയ്തെന്ന് മെസ്സേജ് വരുന്നു. നോട്ട് ഇൻ വൺ ഗ്രൂപ്പ് ബട്ട് മെനി വാട്സപ്പ് ഗ്രൂപ്പ്സ്. അതും ഒരേ സമയത്ത്. ദിസ് ഇസ് എ മർഡർ ആൻഡ് വെരി മച്ച് പ്രീ പ്ലാൻഡ്. ആൻഡ് ഐ എം ഷുവർ ഡോക്ടർ ദർ ഇസ് എ മെഡിക്കൽ പേഴ്സൺ ഇൻവോൾവ്. ഇങ്ങനൊരു ക്രൂവൽറ്റി ചെയ്ത ക്രിമിനൽ മൈൻഡ് നമുക്കിടയിൽ ആരുടേതാണെങ്കിലും അത് കണ്ടുപിടിക്കണം. ആൻഡ് ദർ ഇസ് സംതിങ് ബിഗ് ഹൈഡിങ് ബിഹൈൻഡ് ദിസ് ക്രൈം ഡോക്ടർ. സം ബ്ലഡി ബിഗ് പ്ലാൻ. കാളിദാസന്റെ മരണത്തെക്കുറിച്ചുള്ള സാറയുടെ ഫൈൻഡിങ്സ് എല്ലാം ഇമെയിൽ അവൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. പക്ഷെ ആർക്കും ആ മെയിൽ അവൾ സെൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ഡ്രാഫ്റ്റ് മെയിലായി ഇത്ര നാളും കിടന്നു. ഡോക്ടർ റബേക്കയുടെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തതാവാം. ബട്ട് കൺഫർമേഷൻ കിട്ടുന്നതിന് മുൻപേ ഷി വാസ് കിൽഡ്. മൈക്കിൾ ജാക്സൺ മരിച്ചത് ഈ സെയിം ഡ്രഗ് ഉപയോഗിച്ചിട്ടാണ്. ഓവർഡോസായ റെസ്പിറേറ്ററി ഫെയിലിയർ ഫോളോഡ് ബൈ കാർഡിയാക് അറസ്റ്റ്. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പിന്നെ ഇത് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല? നോർമലി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ അനസ്തറ്റിക് ഡ്രഗ്സ് ഒന്നും സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റ് ചെയ്യില്ല. എന്തെങ്കിലും സസ്പീഷൻ ഓർ ഡൗട്ട് പോയിന്റ് ഔട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. സാറാ പോയിന്റ് ഔട്ട് ചെയ്തു. റബേക്ക പറഞ്ഞില്ല, പോറ്റി സാർ കണ്ടില്ല. പോറ്റി സാർ അങ്ങനെ ചെയ്യില്ല. എനിക്ക് വിശ്വാസമില്ല. ദിസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈസ് കുക്ക്ഡ് അപ്പ്. വെറുതെ വിടരുത് ഷാനുക്ക. എടുത്ത് ചാടണ്ട ആരും. വെറുതെ വിടില്ലേ. ഓർഡറിൽ തന്നെ പോവാം. മാഡം പഴയതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. ഓർമ്മ വരും. വരണം. 2017 2018 ഇടയ്ക്ക് ഇവിടെ 1201 കൺസ്ട്രക്ഷൻസ് നടന്നത്. അതിൽ 671 എണ്ണം മാർച്ച് 25 ശേഷമാണ് തുടങ്ങിയത്. ടു ബി പ്രിസൈസ് ഓഗസ്റ്റ് 16 ശേഷം. ചിങ്ങമാസം 350 എണ്ണം മാർച്ച് 25 മുമ്പ് കഴിഞ്ഞു. ബാക്കിയുള്ള 180 എണ്ണത്തിൻ്റെ ലിസ്റ്റായത്. ആ കെമിസ്ട്രി ജയൻ ഒരു 15 കോൺട്രാക്ടേഴ്സിൻ്റെ കമ്പനിയുടെ പേര് എന്നാണ് റെഡിങ്ങിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. 72 എണ്ണം. കെമിസ്ട്രി ജയൻ്റെ ഫിംഗർ പ്രിന്റ് മാച്ച് ആവാത്ത സ്ഥിതിക്ക് ഇനി ആരാണ് സാർ? ജയനെ വിട്ടുകളാൻ വരട്ടെ. അയാൾ ഒറ്റയ്ക്കല്ല കൃത്യം നടത്തിയതെങ്കിൽ ഇഫ് ഹി ഹാഡ് എ പാർട്ണർ ഇൻ ക്രൈം, അയാളുടേതാണ് ബോളിലെ ഫിംഗർ പ്രിന്റെങ്കിലോ? ശ്യാമേ, ക്രൈം റെക്കോർഡ്സിൽ ആ സാറാ ഈപ്പൻ മിസ്സിംഗ് കേസ് ഫയൽ കാണാനില്ല. അതിന് ഞാൻ എന്ത് വേണം? ഓഹോ, ഇയാളല്ലേ അന്വേഷിച്ചത്? സത്യം പറയാതെ എടുത്ത് വിറ്റോ? സാറേ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. കൂടുതൽ ചൊറിഞ്ഞോണ്ടാ സൈബർ സെല്ലിൽ വന്നിരിക്കുന്നത്. സസ്പെൻഷൻ കിട്ടാത്ത ഭാഗ്യം. ഇതിലും ഭേദം സസ്പെൻഷൻ ആയിരുന്നു. ഡെസ്കിൽ വന്ന് കുത്തിയിരിക്കാനല്ല ഞാൻ പോലീസായത്. പിന്നെ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ തിരിച്ചങ്ങ് വരും. ആരടിച്ചു കൊല്ലാൻ? സാറേ, സ്വന്തം പെങ്ങളെ കൂട്ടിക്കൊടുത്തവനാണ് നാറി. ചത്തുപോകാൻ വേണ്ടി ചെയ്താല, പക്ഷെ ചാവേണ്ടവനാണ്. സാറാ ഈപ്പൻ മിസ്സിംഗ് ആയി വിതിൻ അവേഴ്സ് 4 പേർ കസ്റ്റഡിയിൽ. ഡോക്ടർ കുഞ്ചറിയ, ഡോക്ടർ ദാസ്, ബോണി, വാച്ച്മാൻ വേലപ്പൻ. കസ്റ്റഡിയിൽ എടുത്തത് SI ശ്യാംലാൽ. Am I right? What next? ഷാനുക്ക, ആയ്മ കണ്ടു. ആ, ആയ്മ ക്ലാസ് നിർത്തി ഇറങ്ങി. പാനിക്കാണ് ഷാനുക്ക. പോറ്റിയെ വിളിച്ചറിയിക്കുന്നുണ്ട്. അത് പോറ്റി സാറല്ല. പ്രശ്നമുണ്ട്. നീ എത്ര പെട്ടെന്ന് അങ്ങോട്ട് വാ. ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നു. യു സീംസ് ടു ബി വെരി മച്ച് ഡിസ്റ്റർബ്ഡ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഇല്ല.